അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ, നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ പറയാത്ത രീതിയിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ടാവും. അപ്പോൾ ഇത് താങ്കളൊരു ജനറൽ, ഇപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, അവർക്ക് കുറച്ചുകൂടി ഒരു ഇതറിയാത്തവർക്ക് കുറച്ചുകൂടി ഒരു ബോധം ഉണ്ടാകാനും അവരിതിൽ നിന്ന് മാറാനും, അഥവാ ഇങ്ങനൊരു ഇൻസിഡന്റിൽ പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനും, അതിനെക്കുറിച്ച് താങ്കൾ എന്താ പറയുക? എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇതേപോലത്തുള്ള പണം നഷ്ടപ്പെടുന്ന കേസുകളിൽ മിക്കതും ബാങ്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും എല്ലാവരും വിക്ടിംസിനെ മാത്രമാണ് കുറ്റപ്പെടുത്താറ്. പലപ്പോഴും ഏത് കേസ് എടുത്താലും, ഈവൻ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എപ്പോഴും പറയുന്നത് നിങ്ങൾ ചെയ്തു പോയതാണ്, ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, ആ ഒരു കുറ്റപ്പെടുത്തൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ഈ ബാങ്കിന് പറയാൻ കാരണം, പലപ്പോഴും ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ നമ്മളുടെ വിളിച്ചതിന് ശേഷം ATM നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാർ നമ്പറും പാൻ നമ്പറും അടക്കം പറയുന്നുണ്ട്. ബാങ്കിന് ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട ഇത്തരം വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? അത് ശരിക്കും ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇത്തരം വിവരങ്ങൾ ബാങ്ക് സൂക്ഷിക്കേണ്ടത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ ചുമതലയാണ്. ഈ ഡീറ്റെയിൽസ് പുറത്തു പോകുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വരുന്ന കോളുകൾ നമ്മൾ വിശ്വസിക്കും, ഇത് ബാങ്കിൽ നിന്ന് വന്ന കോളാണ്. അങ്ങനെ വരുന്നത് ആണ് ഭൂരിഭാഗം ആളുകൾ. ഹാക്കിംഗ് പോലുള്ള പ്രോസസ്സിൽ പല രഹസ്യങ്ങളും അവർക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല. അത് ഒരു കാര്യമുണ്ട്. ഇപ്പോ CBI ആണെങ്കിലും നാഷണൽ ഏജൻസീസ് ആണെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.